മൊബൈൽ സ്ക്രീനുകളും പുസ്തകങ്ങളും നിറഞ്ഞ ഈ കാലത്ത് പേപ്പർ പുസ്തകങ്ങൾക്ക് വായനക്കാരുണ്ടോ? തിരുവനന്തപുരം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്ന് നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയാലോ? ഒരു കൈയിൽ മൊബൈൽ ഫോൺ, മറ്റൊരു കൈയിൽ പേപ്പർ പുസ്തകം. ഡിജിറ്റൽ കാലം മുന്നേറുമ്പോഴും പുസ്തക പേജുകൾക്ക് ഇന്നും പ്രാധാന്യമുണ്ട്. ബുക്കുകളും ഓഡിയോ ബുക്കുകളും എത്തിയിട്ടും പേപ്പർ പുസ്തകം തേടിയെത്തുന്നവർ കുറവല്ല. വായനയുടെ അനുഭവം സ്ക്രീനിനപ്പുറം ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു. യുവതലമുറ വായനയിൽ നിന്ന് ഒരുപാട് അകലുകയാണെന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും കഴിഞ്ഞ 3 ദിവസത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരള നിയമസഭയുടെ പുസ്തകമേളയിൽ യുവജന പങ്കാളിത്തം വളരെയധികം ശ്രദ്ധേയകരമാണ്. ഡിജിറ്റൽ യുഗത്തിൽ ബുക്കുകളും സാങ്കേതികവിദ്യയും ഉയർന്നു കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും പുസ്തക വായന എന്ന അനുഭൂതി നുകരുവാൻ വേണ്ടി ഒരുപാട് യുവജനങ്ങൾ ഞങ്ങളുടെ ദേവ ബുക്സിൻ്റെ സ്റ്റാളിലടക്കം ഒരുപാട് സ്റ്റാളുകളിൽ വലിയ പങ്കാളിത്തത്തോടെ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു യുവതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ വളരെയധികം സന്തോഷകരമാണ്. പുതിയ തലമുറയിലും പുസ്തകത്തോടുള്ള ബന്ധം മുറിഞ്ഞിട്ടില്ല. സ്ക്രീൻ ടൈമിന് ഇടയിൽ പേജ് ടൈമും വളരുകയാണ്. പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം പല അവസരങ്ങളിൽ പറയാറുണ്ടെങ്കിൽ കൂടിയും സ്റ്റിൽ ലൈബ്രറി പോയി ബുക്സ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടുക, ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഈ പറഞ്ഞ പോലെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണെന്ന്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ അറേഞ്ച് ചെയ്യുകയും ബുക്ക് ഫെയറുകൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒട്ടേറെ വിദ്യാർത്ഥികൾ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, മറിച്ച് എന്നാൽ ഒരു ചെറിയ വിഭാഗം വിദ്യാർത്ഥികളെങ്കിലും ഇതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വളരെയധികം സഹായകമാണ് ഇതുപോലുള്ള ബുക്ക് ഫെയറുകളും. ടെക്നോളജി മാറാം, പ്ലാറ്റ്ഫോമുകൾ മാറാം, എന്നാൽ വായനയുടെ സന്തോഷം ഇപ്പോഴും പേപ്പർ പേജുകളിൽ അതുപോലെ തന്നെയുണ്ട്. ക്യാമറ പേഴ്സൺ പ്രകാശിനൊപ്പം ശിവദർശന ശിവദാസ്, ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.